കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദരവ് 2026 എന്ന പേരിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികളുടെ അനുമോദനവും ഓപ്പറേഷൻ ഗോൾ ചലഞ്ചും നടത്തി. എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദരവ് 2026 എന്ന പരിപാടി സംഘടിപ്പിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികളെ അനുമോദിക്കുന്ന ചടങ്ങും ഓപ്പറേഷൻ ഗോൾ ചലഞ്ചുമാണ് നടത്തിയത്. സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ദിവസം പരീക്ഷയുടെ ഒരു ദിവസം മനസ്സിനൊരു വിഷമം ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടായാൽ നമ്മുടെ പരീക്ഷയുടെ റിസൾട്ടിനെ അത് ചിലപ്പം ബാധിക്കും. അങ്ങനെയല്ലേ? ഒരു ദിവസം നമുക്ക് ശാരീരികമായ ഒരു അസുഖമുണ്ടായാൽ നമ്മുടെ പരീക്ഷയുടെ റിസൾട്ടിനെ അതിനെ ബാധിക്കും. അപ്പോൾ വിവിധ ഘടകങ്ങൾ ചേർന്നതാണ് വിജയം. ഒരു ദിവസം ഒരു പരാജയം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ദിവസം ഒരു തിരിച്ചടി ഉണ്ടായതുകൊണ്ട് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന ഒരു ഉജ്ജ്വലമായ സന്ദേശം ഈ ഒരു തീരുമാനത്തിൽ തന്നെയുണ്ട്. ഉദാഹരണത്തിന് ജീവിതത്തിൻ്റെ കൂടി ഒരു പാഠമാണ്. ഇപ്പോൾ നിങ്ങൾ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി. പരീക്ഷ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ജീവിതം എന്നത് ഇത്തരം നിരവധി പരീക്ഷകൾ ഉൾക്കൊണ്ടു പോകേണ്ടതാണ്. ഇപ്പോൾ SSLC കഴിഞ്ഞു, അടുത്ത ഇനി ഏത് കോഴ്സിന് ചേരും? +1 ചേരും അല്ലേ? ഇപ്പോൾ ചിലരൊക്കെ പോളിടെക്നിക്കിന് പോകുന്നവരുണ്ട്. +1ഉം +2ഉം കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നവരുണ്ട്. ചിലരൊക്കെ ആർട്സ് സബ്ജക്റ്റാണ്, ചിലരൊക്കെ കൊമേഴ്സാണ്, ചിലരൊക്കെ ബിസിനസ്സാണ് പഠിക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ പുതിയ പുതിയ കോഴ്സുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ജീവിതത്തിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇത്തരം നിരവധി പരീക്ഷകൾ നമുക്കിനി നേരിടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിജയം കേവലം എന്തുമാത്രമാണ്? ഒരു തുടക്കം മാത്രമാണ്. ജീവിതത്തിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ പരീക്ഷകൾ തന്നെ ഇനി നിരവധിയുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഒരു വിജയത്തെ നമുക്കൊരു ഊർജ്ജമാക്കി ഇതൊരു തുടർച്ചയാണെന്നുള്ള ബോധ്യത്തോടുകൂടി കൂടുതൽ ശക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പഠിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെയല്ലേ? അതുമാത്രമല്ല, ഈ പരീക്ഷ, സ്കൂളിലെ പരീക്ഷ, കോളേജിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ജീവിത പരീക്ഷയും നമ്മുടെ മുമ്പിലില്ലേ? അതാണ് ഏറ്റവും വലിയ പരീക്ഷ. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മുടെ ക്ലാസ്സിലെ പരീക്ഷയ്ക്കൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ജീവിതത്തിലെ പരീക്ഷ. ജീവിതത്തിലെ പരീക്ഷ നമുക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല പാത ഏത് എന്ന് അറിയുകയും ചെയ്യണം. അങ്ങനെയല്ലേ? നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണം. നമുക്ക് 2 വഴികളുണ്ട്, അല്ലെങ്കിൽ 2-3 വഴികളുണ്ട്. നമ്മൾ ഒരു വഴി തിരഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കുറച്ച് വളഞ്ഞ വഴിയാണ്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ദീപ്തി സ്വാഗതം പറഞ്ഞു. വാർഡ് കൌൺസിലർ പ്രമീല ബാബുരാജ്, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോളമൻ റൊസാരിയോ, PTA പ്രസിഡന്റ് ഫാറൂഖ് സക്കാഫി, സ്റ്റാഫ് പ്രതിനിധി പ്രീത എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും നല്ലപാടം ക്ലബ്ബ് കുട്ടികളും ചേർന്ന് കരിപ്പുഴ തോടിന്റെ ശുചീകരണത്തിനും നവീകരണത്തിനും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നിവേദനം മന്ത്രിക്ക് കൈമാറി. നടപടികൾ സ്വീകരിക്കാമെന്ന് മന്ത്രി വേദിയിൽ പറഞ്ഞു. മികച്ച വിജയം കരസ്ഥമാക്കിയ 61 വിദ്യാർത്ഥിനികളെയാണ് മന്ത്രി അനുമോദിച്ചത്. പഠന പാഠ്യേതര കാര്യങ്ങളിൽ സ്കൂൾ മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കൽ, സംഘഗാനം, ഹൃതികയുടെ കവിതാവതരണം തുടങ്ങിയവ നടന്നു. സിസ്റ്റർ ലൈസ നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.